ഹായ് ഡിയേഴ്സ്, അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു ടിപ്പുമായിട്ടാണ് കേട്ടോ. അപ്പം നമുക്ക് ഒട്ടും തന്നെ സമയം കളയാണ്ട് നേരെ നമ്മളുടെ വീഡിയോയിലോട്ട് പോവാം. അപ്പം അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ ലിറ്റർ കണക്കിന് എണ്ണ ഒക്കെ യൂസ് ചെയ്യാണ്ട് തന്നെ നമുക്ക് വിളക്ക് എങ്ങനെ കത്തിച്ചെടുക്കാന്നുള്ളതും അതുപോലെ തന്നെ നമ്മളുടെ ഈ വിളക്ക് ചോർന്ന് പോകുന്ന ഒരു പ്രശ്നമൊക്കെ വരാറുണ്ട് അല്ലേ. അപ്പോൾ അതൊക്കെ നമുക്ക് എങ്ങനെ ഒഴിവാക്കാന്നുള്ള നല്ലൊരു ടിപ്പാണ് കേട്ടോ ഞാൻ ഇന്നിവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് കുറച്ചധികം വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ പുതിയതായിട്ട് മേടിച്ചു കൊണ്ടുവന്ന വിളക്കാണ് ഇട്ടത്. അപ്പോൾ ഞാൻ ഇതുപോലെ നന്നായിട്ടൊന്ന് മുക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഞാനിവിടെ ഒരു 2 മണിക്കൂറിൻ്റെ അടുത്ത് ഒന്ന് മുക്കി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം നമുക്ക് ഇത് നന്നായിട്ട് സോക്കായി കിട്ടും കേട്ടോ. അപ്പോൾ ഇങ്ങനെ സോക്കായി കിട്ടുന്ന സമയത്ത് നമ്മളിത് നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം, നന്നായിട്ടൊന്ന് തുടച്ചെടുക്കണം കേട്ടോ. ഇപ്പോൾ ഞാനിവിടെ ഇത് വെള്ളത്തിൽ നിന്നൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ മാറ്റി കൊടുത്തതിന് ശേഷം വേണം കേട്ടോ ഇത് നമ്മൾ ഓരോന്നായിട്ടൊന്ന് തുടച്ചെടുക്കാനായിട്ട്. അപ്പം ഞാനിവിടെ നന്നായിട്ട് തന്നെ ഒരു തോർത്ത് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് തുടച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് തുടച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ തുടയ്ക്കാൻ വേണ്ടി എടുക്കുന്ന തുണി നല്ല ഡ്രൈ ആയിട്ടുള്ളതായിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ശ്രദ്ധിക്കണേ. അപ്പോൾ ഇതുപോലെ തുടച്ചെടുത്തതിന് ശേഷം ഞാനിത് നന്നായിട്ടൊന്ന് വെയിൽ കൊള്ളിക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒട്ടും തന്നെ ഇതിനകത്ത് വെള്ളമൊന്നും ഇരിക്കാത്ത രീതിയിൽ വേണം നമ്മളിത് തുടച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇത് ഞാനിവിടെ എല്ലാ വിളക്കും നന്നായിട്ട് തന്നെ തുടച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊരു പാത്രത്തിലേക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഒന്ന് വെയിലത്ത് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു കുറച്ച് സമയം നമുക്കൊന്ന് വെയിലത്ത് വെച്ച് കൊടുത്തതിന് ശേഷമാണ് ഞാനിത് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ വെയിലത്തൊക്കെ വെച്ച് ഞാൻ എടുത്ത സമയത്ത് നന്നായിട്ട് തന്നെ നമുക്ക് അതിൽ വെള്ളമൊക്കെ പോയിട്ട് നല്ല ഉണങ്ങി നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് പൗഡർ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മളുടെ കയ്യിൽ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ പൗഡറൊക്കെ ഉണ്ടെങ്കിൽ അത് എടുത്താലും മതിയാവും. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഇതിനകത്ത് എല്ലാ ഭാഗത്തും ആകുന്ന പോലെ ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്നിത് തേച്ച് കൊടുക്കാം കേട്ടോ. ഈ വിളക്കിനകത്ത് എല്ലാ ഭാഗത്തും ആകുന്ന പോലെ ഈ അടിഭാഗത്ത് ഫുള്ളായിട്ടൊന്ന് ഫില്ലാവുന്ന രീതിയിൽ തേച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കണേ. അപ്പോൾ നന്നായിട്ട് തന്നെ ഞാനിവിടെ എല്ലാ വിളക്കിലും ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു ടിപ്സൊക്കെ ഞാൻ എൻ്റെ ചാനലിൽ മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ വേണ്ടിയിട്ട് മറന്നു പോകരുത്. അപ്പോൾ നമ്മളുടെ പൗഡറൊക്കെ തേച്ച് കൊടുത്തതിന് ശേഷം അത് നല്ലപോലെ അവിടെ സ്റ്റിക്കായി പിടിച്ചിരുന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് ഇതുപോലത്തെ നെയിൽ പോളിഷാണ് കേട്ടോ. അപ്പോൾ നമ്മളുടെ കയ്യിൽ ഏത് കളറാണ് ഉള്ളതെന്ന് വെച്ചാൽ അത് എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഈ ഒരു കളറാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അതിനുശേഷം നമുക്കിത് ഇതിൻ്റെ അടിഭാഗത്തായിട്ട് നല്ലപോലെ ഒന്ന് ഇതുപോലെ ഒന്ന് പോളിഷ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ എല്ലാ ഭാഗത്തും ആകുന്ന രീതിയിൽ നമ്മൾ തേക്കാൻ വേണ്ടിയിട്ട് നോക്കണേ. അപ്പോൾ ഇത് ഞാൻ എല്ലാ ഭാഗത്തും ആകുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് പോളിഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ തേച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ വിളക്ക് ലീക്കാവുന്ന ഒരു പ്രശ്നം ഒട്ടും തന്നെ വരില്ല കേട്ടോ. അപ്പം നിങ്ങൾ ഈ 2 ടിപ്പിൽ ഏതെങ്കിലും ഒന്ന് എന്തായാലും ട്രൈ ചെയ്ത് നോക്കും. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പാണ്. അപ്പം ഞാനിവിടെ എല്ലാ വിളക്കിനും ഇതുപോലെ ആക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കാർത്തിക ദീപത്തിൻ്റെ സമയത്തൊക്കെ ഈ വിളക്ക് ഭയങ്കര യൂസ്ഫുൾ ആണ് അല്ലേ ചില ആളുകൾക്കൊക്കെ. അപ്പോൾ നമ്മൾക്ക് ആ ഒരു സമയത്തൊക്കെ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ എന്തായാലും ഇത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇത് ഞാനിവിടെ എല്ലാ വിളക്കിന് മുകളിലും ഇതുപോലെ നന്നായിട്ടൊന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാനിതൊന്ന് ഡ്രൈ ആകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് ഡ്രൈ ആകാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് വെയിലത്ത് വെച്ച് കൊടുത്തിട്ടാണ് കേട്ടോ ഞാൻ ഡ്രൈ ആക്കി എടുത്തത്. അപ്പോൾ ഇവിടെ ഒരു തണുത്തൊരു ക്ലൈമറ്റ് ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തെടുത്തത്. അതല്ല എങ്കിലും നമുക്ക് കുറച്ച് ചൂടുള്ളൊരു ക്ലൈമറ്റൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ആ നെയിൽ പോളിഷൊക്കെ വലിഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ ഇതേ നമ്മളുടെ വിളക്കിൽ എല്ലാ ഭാഗത്തും ആകുന്ന പോലെ നന്നായിട്ട് തന്നെ നെയിൽ പോളിഷൊക്കെ ആക്കിയതിന് ശേഷം ഞാൻ വെയിലത്ത് വെച്ചിട്ടാണ് കേട്ടോ നന്നായിട്ടൊന്ന് ഉണക്കിയെടുത്തത്. അപ്പോൾ ഇതേ നല്ലപോലെ ഒന്ന് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മളുടെ എണ്ണ ഒഴിച്ചതിന് ശേഷം നമുക്ക് ദീപം കത്തിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതേ ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മളുടെ കയ്യിൽ കർപ്പൂരം ഉണ്ടെങ്കിൽ ഇതുപോലെ ഒരൊറ്റ കർപ്പൂരം തന്നെ മതിയാകും കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 5 വിളക്കാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ട് വരുന്ന രീതിയിൽ കുറച്ച് കർപ്പൂരം ഒന്ന് കൈ വെച്ചിട്ട് തന്നെ നന്നായി പൊടിച്ചതിന് ശേഷം ഇതുപോലെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല ഒരു സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ എല്ലാ വിളക്കിലും കുറച്ച് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ എല്ലാ വിളക്കിലും കർപ്പൂരം ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ എല്ലാ വിളക്കിലും കുറച്ച് കുറച്ച് എണ്ണയാണ് കേട്ടോ ഞാനിവിടെ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് നമ്മളുടെ തിരിയാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ കടയിൽ നിന്ന് മേടിച്ച കോട്ടൻ്റെ തിരിയാണ്. അപ്പോൾ ഇത് നന്നായിട്ട് ഈ എണ്ണയിൽ ഒന്ന് മുക്കി കൊടുത്തതിന് ശേഷം വേണം കേട്ടോ നമ്മളിതൊന്ന് വെച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഒന്ന് കത്തിച്ചും കൂടെ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാ വിളക്കിലും തിരി നന്നായിട്ട് എണ്ണയിലൊന്ന് മുക്കിയതിന് ശേഷമാണ് കേട്ടോ തിരി വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ എല്ലാത്തിലും ഞാനൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ എല്ലാത്തിലും തിരിയൊക്കെ വെച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് കത്തിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ കത്തിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ ലീക്കാവുന്ന ഒരു പ്രശ്നം ഒന്നും തന്നെ നമുക്ക് വരില്ല കേട്ടോ. അതല്ലെങ്കിൽ നമുക്ക് ഇത് ലീക്കായി പോയി കഴിഞ്ഞാൽ ഒരുപാട് എണ്ണയൊക്കെ നമ്മുടെ വീടിനകത്തും അതുപോലെ തന്നെ പുറഭാഗത്ത് വെക്കുകയാണെങ്കിൽ അവിടെയൊക്കെ പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇനി നിങ്ങൾ വിളക്കൊക്കെ കത്തിക്കുന്ന സമയത്ത് ഈ ഒരു ടിപ്പ് ഒന്ന് ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളൊന്ന് കത്തിച്ച് നോക്കൂ കേട്ടോ. അപ്പോൾ ഒട്ടും തന്നെ നമുക്ക് അത് ചോർന്ന് പോകുന്ന ഒരു പ്രശ്നം ഒന്നും തന്നെ വരില്ല. അപ്പോൾ എല്ലാ വിളക്കും കത്തിച്ച് കൊടുത്തതിന് ശേഷം ഞാനിതൊന്ന് ഈ പ്ലേറ്റിൽ നിന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇതൊരു ഫൈബറിൻ്റെ പ്ലേറ്റ് ആയതുകൊണ്ടാണ് കേട്ടോ ഞാനിതൊന്ന് മാറ്റി കൊടുക്കുന്നത്. അപ്പോൾ ഇതേ നമ്മളുടെ എല്ലാ വിളക്കും ഞാനിവിടെ കത്തിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ഇതുപോലത്തെ ഒരു സ്റ്റീലിൻ്റെ പ്ലേറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്കാണ് ഞാൻ നമ്മളുടെ ഓരോരോ വിളക്കും എടുത്ത് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അത് കത്തി പോകുന്ന ഉരുകി പോകുന്ന ഒരു പ്രശ്നമൊന്നും തന്നെ വരില്ല സ്റ്റീലിൻ്റെ പ്ലേറ്റ് ആയതുകൊണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മളുടെ വിളക്കൊന്ന് മാറ്റി നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും ഒട്ടും തന്നെ ലീക്കാവുന്ന ഒരു പ്രശ്നം ഒന്നും തന്നെ നമുക്കിവിടെ വന്നിട്ടില്ല കേട്ടോ. നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടാവും. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുന്നത് വരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.